2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 19 UDF വിജയിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറഞ്ഞത് ചില അനുകൂല തരംഗങ്ങളായിരുന്നു. ഒന്ന്, രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു എന്നുള്ളത്. മറ്റൊന്ന്, ശബരിമല വിഷയമായിരുന്നു. അത് BJPക്ക് അനുകൂലമായ രീതിയിൽ ചലിക്കുമെന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ പോലും കോൺഗ്രസിന് അനുകൂലമായ തരത്തിലേക്കായിരുന്നു ശബരിമല വിഷയം 2019 പ്രതിഫലിച്ചത്. എന്നാൽ 2024 20 സീറ്റുകളും നേടുമെന്ന കോൺഗ്രസ് ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അനുകൂല തരംഗങ്ങൾ കോൺഗ്രസിനുണ്ടോ? ഇടതുപക്ഷം 12 സീറ്റുകൾ തങ്ങൾക്ക് ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നതിന്റെ പിന്നിലെ കാരണം 2019 പോലെ 2024 കോൺഗ്രസിന് അനുകൂലമായൊരു തരംഗമില്ല എന്നുള്ളത് തന്നെയാണ്. എന്നാൽ അതാണോ ശരി? 2024 കോൺഗ്രസ് അനുകൂലമായ ഒരു തരംഗവുമില്ലേ? BJP കേരളത്തിലെ തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും അക്കൗണ്ട് തുറക്കുവാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലേക്ക് വാർത്തകൾ വരുന്നു, അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാർ അറിയിക്കുന്നു. BJP അക്കൗണ്ട് തുറക്കുമോ? ഈ 3 ലോക്സഭാ മണ്ഡലങ്ങളിലും UDFും LDFും പ്രതീക്ഷ അർപ്പിക്കുന്നുമുണ്ട്. ഇനി 2019 പോലെ കോൺഗ്രസിന് അനുകൂലമായൊരു തരംഗമുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി ഉണ്ട് എന്ന് തന്നെ പറയുവാൻ സാധിക്കും. കാരണം മറ്റൊന്നുമല്ല, 2016 മുതൽ 2024 വരെ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനോട്, സർക്കാരിനെതിരായുള്ള അഴിമതി ആരോപണങ്ങളോട്, സർക്കാർ നടത്തിയ അക്രമ രാഷ്ട്രീയത്തോട്, സർക്കാരുമായി ബന്ധപ്പെട്ട മറ്റ് ജനവിരുദ്ധപരമായ നിലപാടുകളോട് ഒക്കെ വലിയ അമർഷമുള്ള കേരളത്തിലെ ജനത, 20 ലോക്സഭാ മണ്ഡലത്തിലെയും ജനത, അത് ഇടതുപക്ഷ അനുഭാവമുള്ളവർ പോലും ഇക്കുറി ഇടതുപക്ഷത്തിനെതിരായി വോട്ട് ചെയ്യണമെന്ന ഒരു സർക്കാർ വിരുദ്ധ നിലപാടുമായി നിൽക്കുന്നവരാണ്. ആ സർക്കാർ വിരുദ്ധ നിലപാട് സ്വാഭാവികമായും കോൺഗ്രസിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുവാൻ സാധ്യതകൾ ഏറെയാണ്. അങ്ങനെയെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായ ഒന്നാമത്തെ തരംഗം അത് സർക്കാർ വിരുദ്ധ നിലപാടോടുകൂടി വോട്ട് ചെയ്യുന്ന വോട്ടർമാരുടെ തരംഗമാണ്. മറ്റൊന്ന്, കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകളാണ്. ദേശീയ തലത്തിൽ 2014 അധികാരത്തിലെത്തിയ BJP 2019 തുടർച്ചയായി അധികാരത്തിലെത്തുന്നു. 2024 400 സീറ്റുകളിൽ അധികം നേടിക്കൊണ്ട് BJP അധികാരത്തിലെത്തുമെന്ന് പറയുമ്പോൾ BJPയെ തങ്ങളാൽ കഴിയുന്ന തരത്തിൽ പ്രതിരോധിക്കണമെന്ന ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നിലപാട് ന്യൂനപക്ഷങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് SDPയും വെൽഫെയർ പാർട്ടി അടക്കമുള്ള മുസ്ലിം തീവ്ര സ്വഭാവമുള്ള പാർട്ടികളെല്ലാം കോൺഗ്രസിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന നിലപാടുമായി ഉറച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ അത് തുറന്നു പറയുന്നത്. കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ ഭിന്നിച്ചു പോകുവാനുള്ള സാധ്യതകൾ ഒന്നും തന്നെയില്ല. ആകെ വോട്ടുകൾ ഭിന്നിച്ചു പോയാൽ അത് ഇടതുപക്ഷത്തോട് അനുഭാവമുള്ള മുസ്ലിം നാമധാരകരായിട്ടുള്ളവരുടെ വോട്ടുകൾ മാത്രമാണ്, അല്ലെങ്കിൽ സമസ്തയുടെ വോട്ടിൽ ചെറിയ വിള്ളലുകൾ വന്നേക്കാം. അതും ഉറപ്പിച്ച് പറയുവാൻ സാധിക്കില്ല. എങ്കിലും പല ന്യൂനപക്ഷ സംഘടനകളും കോൺഗ്രസിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കും. ഒപ്പം ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവരുടെ വോട്ടുകളും കോൺഗ്രസിന് അനുകൂലമായ രീതിയിൽ ചലിക്കുവാൻ സാധ്യതകൾ ഏറെയാണ്. മണിപ്പൂർ വിഷയത്തിലടക്കം വലിയ വിയോജിപ്പ് അറിയിച്ചിട്ടുള്ള ക്രൈസ്തവ സഭകൾ, ലാറ്റിൻ സഭ തുറന്ന് കോൺഗ്രസിനോടുള്ള അനുകമ്പ പ്രകടിപ്പിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ എൻ ബ്ലോക്കായി കോൺഗ്രസിന് അനുകൂലമായ രീതിയിൽ ചലിക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ രണ്ടാമത്തെ കോൺഗ്രസിന് അനുകൂലമായ തരംഗം അത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഒഴുക്കാണ്. മറ്റൊന്ന്, ഇന്ത്യ സഖ്യത്തോടുള്ള പ്രതീക്ഷ. 2014 19 കോൺഗ്രസ് ഒറ്റകക്ഷിയായി മത്സരിച്ചിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളായിരുന്നു. എന്നാൽ 2019 തുടർച്ചയായുള്ള പരാജയത്തോടു കൂടി ശക്തമായ രീതിയിലൂടെ സംഘടിത മുന്നണിയായി വരുവാനുള്ള എല്ലാ ജാലകങ്ങളും തുറന്നിട്ടുകൊണ്ട് ഇന്ത്യ സഖ്യം എന്ന പേരിൽ ഒരു പുതിയ തിരിച്ചുവരവ് നടത്തുവാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യം അധികാരത്തിലേക്ക് എത്തിയേക്കാമെന്ന് വിശ്വസിക്കുന്നവർ നിരവധി പേരാണ്. അങ്ങനെ ഇന്ത്യ സഖ്യം അധികാരത്തിൽ എത്തുവാൻ കേരളത്തിൽ നിന്ന് കോൺഗ്രസിനെ വിജയിപ്പിച്ചു വിടുന്നതാണ് തങ്ങൾക്ക് ഗുണകരമായ ഒന്ന്. അത്തരത്തിൽ ഇവിടെ നിന്ന്, അതായത് കോൺഗ്രസിന് നിലവിൽ ശക്തി കേന്ദ്രമായി നിൽക്കുന്ന കേരളത്തിൽ നിന്ന് MP-മാർ വിജയിച്ചു പോയാൽ അവരിൽ ആരെങ്കിലുമൊക്കെ കേന്ദ്ര പദവിയിലേക്ക് എത്തുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചു വിടാമെന്നൊരു തീരുമാനത്തിലേക്ക് ജനം എത്തുവാനുള്ള സാധ്യതകളും ഏറെയാണ്. അങ്ങനെ വന്നാൽ ഇന്ത്യ സഖ്യത്തിന്റെ രൂപീകരണം സ്വാഭാവികമായും കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങൾ UDF പിടിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തരംഗമായി മാറും. മറ്റൊന്ന്, 2019 14 ഒക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേരിട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം
കുടുംബവാഴ്ചയാണ് നടക്കുന്നത്. അതായത് ഗാന്ധി കുടുംബത്തിലെ എല്ലാവരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ മത്സരത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ മത്സരിക്കുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. ഇക്കുറി അങ്ങനെ ഒന്നും തന്നെ ഇല്ല. പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നില്ല, സോണിയാഗാന്ധി മത്സരിക്കുന്നില്ല. ആകെ ഗാന്ധി കുടുംബത്തിൽ നിന്ന് മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധി മാത്രമാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധി മാത്രമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആക്ഷേപത്തിനൊന്നും നിലവിൽ ഇടമില്ല. എങ്കിൽ പോലും വയനാട്ടിലും റായ്ബറേലിയിലും അദ്ദേഹം മത്സരിക്കുന്നു എന്നുള്ളത് വയനാട്ടിലെ ജനങ്ങളെ ആക്ഷേപിച്ചു എന്ന തരത്തിലേക്കുള്ള ഒരു ആയുധമായി BJP വടക്കൻ സംസ്ഥാനങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ മറികടക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള വിജയം റായ്ബറേലിയിലും അതുപോലെ തന്നെ കേരളത്തിലും ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത്. 2019 പോലെ ഇല്ലെങ്കിൽ പോലും മോശമല്ലാത്ത ഒരു തരംഗം രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായും ഉണ്ടാകും. അത് മോശമല്ലാത്ത രീതിയിൽ കോൺഗ്രസിന് മേൽക്കൈ ഉണ്ടാക്കുവാൻ സാധിക്കുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടലുകൾ പറയുന്നത്. അപ്പോൾ 4 തരംഗങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായ തരംഗങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. മറ്റൊന്ന്, കുറഞ്ഞ സീറ്റുകളിലേക്ക് മത്സരിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന് വിജയിക്കുവാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ അവരെ മത്സരിപ്പിച്ചുകൊണ്ട്, സമാജ്വാദി പാർട്ടിയെ മത്സരിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയെ ചേർത്ത് നിർത്തിക്കൊണ്ട്, അങ്ങനെ കോൺഗ്രസിന് അത്ര ഉറപ്പുള്ള സീറ്റുകളിൽ മാത്രം മത്സരിച്ച് മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിൽ ആർക്കാണോ കൂടുതൽ അധികാരം അല്ലെങ്കിൽ ആർക്കാണോ കൂടുതൽ കരുത്തുള്ളത് അവരെ മത്സരിപ്പിച്ചുകൊണ്ട് തന്ത്രപരമായ ഒരു നീക്കത്തിന് തയ്യാറെടുക്കുമ്പോൾ ഇന്ത്യ സഖ്യം അധികാരത്തിലേക്ക് എത്തുവാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നൊരു കണക്കുകൂട്ടലുകൾ വോട്ടർമാർക്കിടയിൽ വന്നാൽ അതും കോൺഗ്രസിന് അനുകൂലമായ ഒരു തരംഗമായി മാറുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. മറ്റൊന്ന്, ഭരണത്തിനെതിരായി സംസാരിക്കുന്ന ഏക നേതാവ് എന്ന തരത്തിലേക്ക് രാഹുൽ ഗാന്ധിക്ക് ഒരു മുഖമുണ്ട്. ആ മുഖം വയനാട്ടിൽ അദ്ദേഹം മത്സരിക്കുന്നതോടുകൂടി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദേശീയ തലത്തിൽ അദ്ദേഹം വയനാടിന്റെ പ്രതിനിധിയായി നിൽക്കുന്നതോടുകൂടി തന്നെ അത്തരത്തിലൊരു അദ്ദേഹത്തോടുള്ള ഒരു അദ്ദേഹം ഭരണകൂടത്തിനെതിരായി സംസാരിക്കുന്ന ഏക നേതാവ് എന്ന ഒരു മുഖം സ്വാഭാവികപരമായും അത് കേരളത്തിലെ അടക്കമുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ഗുണപ്രദമായി മാറും. മറ്റൊന്ന്, ചേർത്ത് നിർത്തലുകളായിരുന്നു. അതായത് തകർന്നു പോവുകയാണ് ഇന്ത്യ, അത് പൂർണ്ണമായും തകരാതിരിക്കുവാൻ ചേർന്ന് നിൽക്കണം. അതുകൊണ്ട് തന്നെ എല്ലാ ഘടകകക്ഷി പാർട്ടികളെയും ചേർത്ത് നിർത്തിക്കൊണ്ട്, സാധാരണക്കാരെ ചേർത്ത് നിർത്തിക്കൊണ്ട്, സ്ത്രീകളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രകടനവും അല്ലെങ്കിൽ ഒരു പ്രകടന പത്രികയും ഒക്കെ ആയിരുന്നു കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് 2024 തെരഞ്ഞെടുപ്പിന് മുൻപോടിയായി പുറത്തു വന്നത്. മറ്റൊന്ന്, സ്വാഭാവികമായും ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഭാരത് ജോഡോ യാത്രയും ഭാരത് ജോഡോ ന്യായ് യാത്രയും കാര്യമായ രീതിയിലുള്ള തരംഗം കോൺഗ്രസിന് അനുകൂലമായി സൃഷ്ടിച്ചിട്ടുണ്ട്. അത് താഴെത്തട്ടിലുള്ള സംഘടനാ പ്രവർത്തനത്തെ കാര്യമായ രീതിയിൽ ഉലച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമായും അവരെ ചേർത്ത് നിർത്തുന്ന തരത്തിലേക്കുള്ള ഒരു രീതിയിൽ മാറുവാനുള്ള സാധ്യതകളുണ്ട്. ഇതെല്ലാം കോൺഗ്രസിന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാകുവാനുള്ള സാധ്യത ഉള്ള ഘടകങ്ങൾ തന്നെയാണ്. സാധാരണക്കാരായ ജനങ്ങളെ, ഡ്രൈവർമാരെ അല്ലെങ്കിൽ ചുമട്ടുതൊഴിലാളികളെ, സ്ത്രീകളെ, കർഷകരെ, കുഞ്ഞുങ്ങളെ, വിദ്യാർത്ഥികളെ, അങ്ങനെ ആബാലവൃദ്ധ ജനങ്ങളെ, വിവിധ വിഭാഗങ്ങളിലുള്ള ജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് നടത്തിയ ഭാരത് ജോഡോ യാത്ര സ്വാഭാവികമായും കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ ലോക്സഭാ മണ്ഡലത്തിലും അനുകൂലമായ തരംഗം സൃഷ്ടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. കാര്യമായ രീതിയിൽ അത് കേരളത്തിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വവും വിശ്വസിക്കുന്നത്. മറ്റൊന്ന്, പ്രകടന പത്രികയിലെ പ്രതീക്ഷയായിരുന്നു. ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് തൊഴിലില്ലായ്മയാണ്. മറ്റൊന്ന്, സ്ത്രീകൾക്കുള്ള ആനുകൂല്യങ്ങളാണ്. മറ്റൊന്ന്, കർഷകരെ പരിഗണിക്കുന്നില്ല എന്നുള്ളത്. ഇതിനെല്ലാം എതിരെയുള്ള ഒരു പരിഹാരമായി പ്രകടന പത്രികയിൽ കോൺഗ്രസ് വ്യക്തമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് അമേഠിയിൽ അടക്കം അദ്ദേഹം തന്റെ പ്രസംഗത്തിലൂടെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. തൊഴിലില്ലായ്മയെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളത് പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. മറ്റൊന്ന്, സ്ത്രീകൾക്ക് അനുകൂലമായ തരത്തിൽ അവർക്ക് 50% കേന്ദ്ര സർക്കാർ ജോലി, അല്ലെങ്കിൽ അവർക്ക് നിയമപരമായുള്ള സഹായം, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് 1 ലക്ഷം രൂപ വരെ ധനസഹായം, അങ്ങനെ വിവിധ പദ്ധതികളാണ് സ്ത്രീകൾക്ക് അനുകൂലമായി ഈ പറഞ്ഞ പ്രകടന പത്രികയിൽ ഉള്ളത്. മറ്റൊന്ന്, കർഷകർക്ക് അനുകൂലമായ പല പദ്ധതികളുമാണ്. അങ്ങനെ ഈ പറഞ്ഞ ചില പ്രധാനപ്പെട്ട ഘടകങ്ങളെല്ലാം കോൺഗ്രസിന് അനുകൂലമായ ഒരു തരംഗമായി, ചിലതൊക്കെ ദേശീയ തലത്തിലും ചിലതൊക്കെ സംസ്ഥാന തലത്തിലും തരംഗമാകുവാനുള്ള സാധ്യതകൾ ഏറെയാണ്.